ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 14/2023 പാർട്ട് 3 ആണെന്ന്. ആദ്യത്തെ 2 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. ഓക്കെ, നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി, ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഓക്കെ, ഇനി മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനാണ്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നാണ്. അതനുസരിച്ചിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ഇതിൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ള അംഗങ്ങളുടെ എണ്ണം, ആകെ അംഗങ്ങളുടെ എണ്ണം 6 ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 6, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ ശർമ്മ. ഇപ്പോൾ നിലവിലത്തെ ചെയർമാൻ വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനി ആക്ടിംഗ് ആണ്. ഓക്കെ, ആക്ടിംഗ് ചെയർമാനാണ് വിജയഭാരതി സയാനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. അതാണ് ശരിയല്ലാത്തത്. ബാക്കി പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക, ഇതൊക്കെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, TN ശേഷൻ, വജാഹത്ത് ഹബീബുള്ള. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, ഇനി ഓപ്ഷൻ എയിലുള്ള പാലാട്ട് മോഹൻദാസ് ആണ് സംസ്ഥാനത്തെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ ഡി, വജാഹത്ത് ഹബീബുള്ളയാണ്. ഓക്കെ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിക്കാറുള്ളതാണ്. നിയമം പാസ്സാക്കിയത്, വിവരാവകാശ കമ്മീഷൻ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ, വിവരാവകാശ നിയമം നിലവിൽ വരാൻ മുൻകൈയെടുത്ത അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ മുൻകൈയെടുത്ത സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, നമ്മുടെ ചാനലിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതേപോലെ വിവരാവകാശ കമ്മീഷൻ്റെയൊക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി എന്തായാലും പഠിച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം, ദേവി ചൗധരാനി, ദുർഗേശ് നന്ദിനി, കപാൽ കുണ്ടല. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? 14-ാം വകുപ്പ്, 15-ാം വകുപ്പ്, 16-ാം വകുപ്പ്, 17-ാം വകുപ്പ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 16-ാം വകുപ്പാണ്. അവസര സമത്വത്തെ പറ്റി പറയുന്നത് 16-ാം വകുപ്പാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ഇനി ആർട്ടിക്കിൾ 15 എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഇനി ആർട്ടിക്കിൾ 16 നമ്മുടെ ക്വസ്റ്റ്യൻ. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 16. ഇനി ആർട്ടിക്കിൾ 17, വകുപ്പ് 17 എന്തിനാണ് പറയുന്നത്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 18 ഉണ്ട്. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 എന്തിനെ പറ്റിയിട്ടാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, 16 അവസര സമത്വം, 17 അയിത്ത നിർമ്മാർജ്ജനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? മറാത്തി, ഗുജറാത്തി, ഹിന്ദി, ബംഗാളി? ഉത്തരം ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനവും അതേപോലെ ദേശീയ ഗീതവും രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനവും ദേശീയ ഗീതവും രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ജനഗണമന എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടാഗോറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ന്യായവാദാർഹമല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്, ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇതിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4. ഓപ്ഷൻ എ ആണ് ശരി, 2, 4 എന്നിവയാണ് ശരി. രണ്ടാമത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഏതാണ്? 4, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് SCRT എന്നുള്ളതാണ്. SCRT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോമ്പല്ലാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ്. മനുഷ്യന് 4 ടൈപ്പ് പല്ലാണുള്ളത്: ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഓക്കെ, ആഹാര സാധനങ്ങൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ല്. ഇനി ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, PSC ഇടയ്ക്ക് എണ്ണം ചോദിക്കാറുണ്ട്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര, കോമ്പല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യരിൽ ചോദിക്കാറുണ്ട്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്, കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്, ചർവണകവും 8 ആണ്, അഗ്രചർവണകം 12 ആണ്. 8, 4, 8, 12. അതായത് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം എന്ന ഓർഡറിൽ പഠിച്ചിട്ട് 8, 4, 8, 12 എന്നിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, ചർവണകം 8, അഗ്രചർവണകം 12. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? ശ്വാസകോശം, വൻകുടൽ, ചെറുകുടൽ, വൃക്ക? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. അടുത്ത ക്വസ്റ്റ്യൻ, അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം സി, ജീവകം എ, ജീവകം ഇ, ജീവകം കെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അസ്കോർബിക് ആസിഡ് ജീവകം സി ആണ്. നമ്മുടെ ചാനലിൽ ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. അതെന്തായാലും നോക്കി പഠിച്ചേക്കണേ. ഇനി ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത രോഗം ഉണ്ടാകുന്നത്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. ജീവകം ഇയുടെ കുറവ് മൂലം വന്ധ്യതയുണ്ടാകുന്നു. വന്ധ്യതയ്ക്ക് കാരണം ജീവകം ഇയുടെ കുറവ് മൂലമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ്, ആർദ്രം, ബാലമുകുളം, സ്നേഹപൂർവ്വം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉഷസാണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ഏത്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയ ആണ്. ഡിഫ്തീരിയയ്ക്ക് കാരണം, തൊണ്ടമുള്ളിന് കാരണം ബാക്ടീരിയ, ഡിഫ്തീരിയ, ബാക്ടീരിയ. ഓക്കെ. എല്ലാ പനികളും പരത്തുന്നത് വൈറസാണ്, എന്നാൽ എലിപ്പനി പരത്തുന്നത് ബാക്ടീരിയയാണ്. മിക്ക പനികളും പരത്തുന്നത് വൈറസാണ്, എന്നാൽ എലിപ്പനി പരത്തുന്നത് ബാക്ടീരിയയാണ്. ഓക്കെ. മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് പ്രോട്ടോസോവയാണ്. മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് പ്രോട്ടോസോവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല, പവിത്ര, ഭാഗ്യലക്ഷ്മി, ഹരിത. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉജ്ജ്വലയാണ്. സങ്കരയിനം പച്ചമുളക് ഉജ്ജ്വല. ഇനി പവിത്ര എന്താണ്? പവിത്ര സങ്കരയിനം നെല്ലാണ്. പവിത്രയും ഹ്രസ്വയൊക്കെ സങ്കരയിനം നെല്ലാണ്. ഇനി ഭാഗ്യലക്ഷ്മി എന്താണ്? ഭാഗ്യലക്ഷ്മി പയറാണ്. സങ്കരയിനം പയറാണ് ഭാഗ്യലക്ഷ്മി. ഹരിത എന്താണ്? ഹരിത വഴുതനയാണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യന് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഇല, തണ്ട്, വേര്, വിത്ത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തണ്ടാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി, ഷോളയാർ, നെല്ലിയാമ്പതി, പെരിയാർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം റാന്നിയാണ്. വലുതാണെങ്കിൽ റാന്നി, ആദ്യത്തേതാണെങ്കിൽ കോന്നി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൽമിത്ര പട്ടേൽ, സുനിത നാരായൺ, മേധ പട്കർ, വന്ദന ശിവ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, മേധ പട്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇതെല്ലാം ഹരിതഗൃഹ വാതകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഓക്സലേറ്റ്, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡാണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഓപ്ഷൻ ബി, അമോണിയം ക്ലോറൈഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ, നൈട്രജൻ, മഗ്നീഷ്യം, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജ്ജം ഉണ്ടാകുന്നത്? ഓക്സിജനാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഓക്സിജനാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്ര, ആറ്റം, പ്രോട്ടോൺ, ക്വാർക്ക്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഓപ്ഷൻ എ, തന്മാത്രയാണ്. പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? കാൽസ്യം ക്ലോറൈഡ്, പൊട്ടാഷ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, പൊട്ടാഷ്യം ക്ലോറൈഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമേത്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ഹൈഡ്രജൻ, കാർബൺ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമേത്? സിയാൻ, മഞ്ഞ, മജന്ത, നീല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മഞ്ഞയാണ്. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ചുവപ്പും പച്ചയും നീലയുമാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഈ പ്രാഥമിക വർണ്ണങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന വർണ്ണം വെള്ളയാണ്. മറ്റു വർണ്ണങ്ങൾ ചേർത്ത് നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ല. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഓക്കെ. അതിൽ ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞ ലഭിക്കുന്നു. ഇനി നീലയും
പച്ചയുമാണ് ചേരുന്നതെങ്കിൽ സയാൻ കളറാണ്, സയാൻ. നീലയും പച്ചയാണെങ്കിൽ സയാൻ കളറും. ഇനി നീലയും ചുവപ്പുമാണ് ചേരുന്നതെങ്കിൽ മജന്ത കളർ. നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്നത് മജന്ത കളറാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ, നീലയും ചുവപ്പും കൂടെ ചേർന്നാൽ മജന്ത, നീലയും പച്ചയും കൂടെ ചേർന്നാൽ സയാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, കർഷണ ബലം, സ്ഥിതവൈദ്യുത ബലം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കർഷണ ബലമാണ്. സമ്പർക്ക ബലം, കർഷണ ബലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ബുധൻ, ശനി, ശുക്രൻ, വ്യാഴം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. ഇനി സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം, സംവഹനം, വികിരണം. ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്. ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഖരവസ്തുക്കളിൽ താപം സംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും? സമുദ്രനിരപ്പിൽ, ധ്രുവങ്ങളിൽ, ഭൂമധ്യരേഖയിൽ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.